പൊന്നുകുട്ടൻ എന്ന് പറഞ്ഞാരാ? പൊന്നുകുട്ടനോ? പൊന്നും വേണമെങ്കിൽ കട്ട് ചെയ്യാം. പൊന്നു ആരാണോ സ്വർണം തങ്കം പോലത്തെ കുട്ടിയാണെന്ന് തോന്നുന്നു. ആയിരിക്കും. ഇതാണ് നമ്മുടെ പൊന്നു കേട്ടോ. ആണോ? പൊന്നുന്നാണോ വിളിക്കണേ? ആണോ? ആയിരിക്കും എന്ന് പറഞ്ഞത്. അപ്പൊ അച്ഛന്റെയും അമ്മയുടെ ഒക്കെ പൊന്നാണ് അല്ലേ? അതെ പൊന്നു എന്ന് വിളിക്കണേ. പൊന്നു, രണ്ട് കാര്യങ്ങളെ പറ്റി ചോദിക്കട്ടെ. ഒന്നൊരു ബുക്ക്, പിന്നൊരു മാർക്ക്. ബുക്ക് കയ്യിലുണ്ട്, അതിൽ എത്ര മാർക്ക് കിട്ടുന്നത്? ഇന്നത്തേന് 100 ഇട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും 100. മാനിഫെസ്റ്റേഷൻ, ദി ലോ ഓഫ് അട്രാക്ഷൻ. ഇന്ന് 100 കിട്ടുമോ നമുക്ക് നോക്കാം. ഇന്ന് മാനിഫെസ്റ്റ് ചെയ്തത് അതുപോലെ. ഇന്ന് എന്റെ പാട്ട് കേൾക്കാൻ അച്ഛന്റെ ഫ്രണ്ട് വികാസങ്ങളും ഫാമിലി വന്നിട്ടുണ്ട്. അവര് മാസ്കറ്റിലാണ്. അപ്പൊ ഫ്ലൈറ്റ് കിട്ടാതെ എന്നിട്ട് എന്റെ പാട്ട് കേൾക്കാൻ ഫ്ലൈറ്റ് എടുത്തു. പാട്ട് കേൾക്കാൻ വേണ്ടി അവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്തു വന്നു. ഫ്ലൈറ്റിനാണെങ്കിൽ ഭയങ്കര ചാർജാ, ഭയങ്കര എമൗണ്ടാ. അത്രയും ത്യാഗം സഹിച്ചു വന്നിരിക്കുകയാണ്. ഇതിനു വേണ്ടി മാത്രം വന്നിരിക്കുന്ന വികാസിന് വെൽക്കം. ഹായ്. വികാസേട്ടനും ചേച്ചിയുടെ പേരെന്താ? ആതിര. പേരെന്താ? ധ്രുവൻ ദേവ. കിടിലം പേര്. ധ്രുവൻ ദേവ. യെസ്. എനിക്ക് ഈ മട്ടും ഭാവവും ഈ വേഷമൊക്കെ കണ്ടിട്ടേ ഏതൊരു സിനിമയിൽ മധുബാല ഇതേപോലത്തെ ഒരു വേഷം ഇട്ട് വന്ന പോലെ ഒരു ഓർമ്മ. പിന്നെ നമ്മുടെ സമ്മറിൻ ബത്ലഹേമിലത്തെ മഞ്ജു ചേച്ചിയുടെ കോസ്റ്റ്യൂം. അപ്പൊ ഇന്ന് ഏത് പാട്ടാ? ചൂളമടിച്ചാണോ അതോ? എനിക്ക് ഹരിതഭൂവിൻ കറുകനാമ്പും നീലഗിരിയിലെ പാട്ടാണ് പാടുന്നത്. അതില് നമ്മുടെ കീരവാണി സാറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കുറച്ച് സിനിമകൾക്ക് അദ്ദേഹം മ്യൂസിക് ചെയ്തിട്ടുള്ളൂ. മലയാളത്തില് മരകതമണി എന്നായിരുന്നു പേര്. അദ്ദേഹത്തിന് 3 പേരുണ്ട്, അറിയാമോ? കീരവാണി, MM ക്രീം. ഹിന്ദിയിൽ ചെയ്യുമ്പോ MM ക്രീം, മലയാളത്തിലും തമിഴിലൊക്കെ ചെയ്യുന്ന സമയത്ത് മരകതമണി എന്നായിരുന്നു പേര്. ഇതില് നല്ല പാട്ടുകളാ, ഇതിലെല്ലാം നല്ല പാട്ടുകളാ. ഒന്ന് ബ്യൂട്ടിഫുൾ മേലെ മാനത്തേ തേര്, ആ പാട്ട്. കറുകനാമ്പും, പിന്നെ തുമ്പി അങ്ങനെ ഒരു പാട്ടുണ്ട്. എല്ലാം നല്ല പാട്ടാ. മധുബാലയുടെ ഡാൻസ് ഒക്കെ കൊള്ളാം അതില്. മമ്മൂക്കയുടെ ആക്ടിങ് എല്ലാം കൊള്ളാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിരുന്നു. യെസ്. അപ്പൊ ബാക്കി കാര്യങ്ങൾ. ലിറിക്സ് PK ഗോപി സാർ, പാടിയത് ചിത്രാമ്മ, ഇയർ 1991. യെസ്. നമ്മള് ഒരേപോലത്തെ ബോ ആണല്ലോ. അല്ല, അത് മാത്രല്ല, നമ്മളെല്ലാരും ഗ്രീൻ ആണല്ലോ. ഗ്രീൻ ഭയങ്കര മാച്ചിങ്. ഈയിടെ മധുമാമൻ കുറച്ചുകൂടെ സുന്ദരനാവുന്നില്ലേ? ഞാന് ചേട്ടന്റെ അത്ര സൗന്ദര്യം വരാൻ വേണ്ടി കണ്ണടൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ചിലപ്പോ കണ്ണട ഇട്ട് വെച്ച് നോക്കട്ടെ. വൃത്തിയുടെ മാറി ഒരു ജീനിയസ് ലുക്ക് ഉണ്ട്. പക്ഷെ വാ തുറക്കരുത്, അത് വെച്ച് അങ്ങനെ ഇരിക്കണം. കാര്യം അങ്ങനെയൊന്നും അല്ലെങ്കിൽ ജീനിയസ് ലുക്ക്. ഓക്കെ പന്നു, കളിക്കണേ. ഹരിതഭൂവിൻ മൃദുലഗാനം ചിരിച്ചു പാടും കല്ലോലിനി ഈ
അപ്പൊ അത് ശ്രദ്ധിക്കട്ടെ കേട്ടോ. പിന്നെ ഞാനിവിടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങള് അത് വായിക്കാൻ പോവാണോ? ഒന്ന് കാണിച്ചു കൊടുത്തേ മീനൂട്ടാ. ഒന്ന് വരട്ടെ. ഹാർട്ടൊക്കെ വരച്ചു വെച്ചേക്കുന്നു. വല്ലാത്ത അറ്റാച്ച്മെന്റ് തന്നെയല്ലേ. ഫേവറേറ്റ് ബുക്ക് എം ജി സാറിന്റെ. എന്താ അവിടെ കൊണ്ട് കൊടുക്കണോ? അവിടെ കൊടുത്തു. എന്നിട്ട് തിരിച്ചു കൊണ്ടുവരണോ? തിരിച്ചോളൂ. ഓക്കെ. എന്താ ഒരു നാളെ പറഞ്ഞ പൊന്നു നാളെ പറഞ്ഞ എന്താ? ആ വീഴ് തലകറങ്ങി. എന്റെ book ആ അതാ ഇതിന്റെ ലിറിക്സ് ഒക്കെ ഉണ്ട്. ആ ഈ പുസ്തകത്തിലാണ് എല്ലാ മാർക്കും എല്ലാ ലിറിക്സും എല്ലാം എഴുതി വെക്കണേ. രഹസ്യങ്ങളുടെ കലവറയാണോ ഈ ബുക്ക് എങ്ങനെ ഇവിടെ എത്തി? മ്യൂസിക് ഡയറി. അറിയില്ല. അത് എനിക്ക് കളഞ്ഞു കിട്ടിയതാ. രാകേഷ് സാറാണ് തന്നത്. അല്ല തിരിച്ചു തരത്തില്ല. തരില്ലേ? ഇല്ല അതെന്റെ പുസ്തകല്ലേ. മാർക്കാണോ? ആ എന്നാ അതിൽ എഴുതിയിട്ടുണ്ട്. എത്ര നോക്കി നോക്കട്ടെ, കാണിക്കട്ടെ. 98.5. പൊന്നുവിന് സ്നേഹപൂർവം 98.5. പിന്നെ ഇതുണ്ട് ലവ് എം ജെ അങ്കിൾ, ഫീൽ ഫസ്റ്റ്, സിംഗ് നെക്സ്റ്റ്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സാറ് എഴുതണം ഇങ്ങനെ സൈൻ ഇടണം. അപ്പൊ അത് കിട്ടിയ കോയിൻസിഡൻസ് മാർക്ക് കിട്ടിയില്ലേ? 1.5 മാർക്സ് മാത്രമേ കുറവുള്ളൂ. ജസ്റ്റ് മിസ്. ജസ്റ്റ് മിസ്. അപ്പൊ ഏകദേശം അവിടെ എത്തുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 100 ആയിരുന്നല്ലേ? ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ സാധിക്കുന്നു? ഇതൊക്കെ ഒരു സ്കില്ലാ. നീ ഓക്കെ. അപ്പൊ അതൊരു പോസിറ്റിവിറ്റി ആണ് കേട്ടോ. ഈ പുസ്തകം ഇങ്ങനെ എഴുതുന്നതും അത് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും നമ്മുടെ കുഞ്ഞിന്റെ സ്വപ്നങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നതും എല്ലാം ആ സ്വപ്നങ്ങൾ എന്റെ അളിയനില്ലേ, അളിയൻ ശ്രീശാന്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഐ വിൽ പ്ലേ 2007 വേൾഡ് കപ്പ് എന്ന് എഴുതിയിരുന്നു. അതിന്റെ മുകളിൽ തന്നെ വീണ്ടും എഴുതി ആ പേപ്പർ കീറിയിട്ടുണ്ട്. സംഭവിച്ചില്ലേ? മൈക്കിൾ കണ്ടോ? മൈക്കിൾ ഇല്ല, കണ്ടിട്ടില്ല. അതിനകത്ത് മൈക്കിൾ ജാക്സൺ നെവർലാൻഡ് എന്ന് പറഞ്ഞ ഒരു കാർട്ടൂൺ ബുക്ക് ഉണ്ട്. അതെപ്പോഴും കണ്ടുകൊണ്ടിരിക്കും, നെവർലാൻഡ്. പിന്നെ വലുതായി കഴിഞ്ഞപ്പോ പുള്ളിയുടെ സാമ്രാജ്യത്തിന്റെ പേര് നെവർലാൻഡ് എന്നല്ലേ. അങ്ങനെ നമ്മൾ കുട്ടിക്കാലം മുതൽ ഇതുപോലെ മാനിഫെസ്റ്റ് ചെയ്താൽ നടക്കും. കുട്ടിക്കാലം മുതൽ എന്നല്ല, എപ്പോ വേണമെങ്കിലും. അതെ, വലുതാകുമ്പോ പറയാൻ നല്ലൊരു മെമ്മറി ആവട്ടെ കേട്ടോ. ഇത് കുഞ്ഞേ പോവല്ലേ. നമുക്ക് അതിനു മുമ്പ് ഒരു വീഡിയോ കാണാം. ഇവിടെ നമ്മുടെ ആര്യക്കുട്ടി, ഇത് മെറ്റയുടെ ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത്. അതിലൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പൊ മോള് പാടിയപ്പോ ആര്യയുടെ വ്യൂ പോയിന്റ് എങ്ങനെ നോക്കാം. അതെ, എന്റെ POV ആണ് കാണാൻ. മീൻവൈൽ ആര്യ ചേച്ചി ഇതാണോ പോയിന്റ് ഓഫ് വ്യൂ? തല ഒന്ന് നേരെ നിർത്തണ്ടേ? ഇതിനാണ് പോയിന്റ്ലെസ് വ്യൂ എന്ന് പറയുന്നത്. അതെ അതെ, ഞാൻ എല്ലാം കാണുന്നുണ്ട് കണ്ടോ. കലക്കി. പക്ഷെ നല്ല രസമുണ്ട്. അതെ അതെ, തല ഒന്ന് അനക്കാതെ വെക്കാറുണ്ട്. ആനയോ? അതെ, ഞാൻ സ്റ്റെബിലൈസർ അല്ല. പാട്ട് ആസ്വദിക്കുമ്പോൾ അറിയാതെ തലയാട്ടി പോകുന്നതാ. അതെ, അതേട്ടാ, അത് കണ്ടിട്ട് എനിക്ക് തല. All the best. Thank you, Ji. ബൈ. Bye. Good night. Good night.